കൊച്ചിയിൽ നിന്ന് ഇടുക്കി മാട്ടുപ്പെട്ടിയിലേക്കുള്ള സീപ്ലെയിൻ പദ്ധതിയിൽ ആശങ്ക അറിയിച്ച് വനം വകുപ്പ്. മാട്ടുപ്പെട്ടി ആനകളുടെ വിഹാര കേന്ദ്രമാണെന്നും ജലാശയത്തിലെ ലാൻഡിംഗ് ആനകൾക്ക് തിരിച്ചടിയാകുമെന്നും ഈ വിഷയം ജോയിന്റ് ഇൻസ്പെക്ഷൻ സമയത്ത് നേരിട്ട് അറിയിച്ചതാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. അതേസമയം പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നോക്കേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എം മണി എംഎൽഎയും രംഗത്തെത്തി. ഇടുക്കിക്ക് അഭിമാന നിമിഷമായിട്ടാണ് ജലവിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പറന്നിറങ്ങിയത്. പരീക്ഷണ പറക്കലിന് ആവേശോജ്വലമായ സ്വീകരണം ലഭിച്ചു. പദ്ധതി ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ ഘട്ടത്തിലാണ് സീപ്ലെയിൻ സർവീസിൽ ആശങ്ക അറിയിച്ച് വനം വകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത്. മാട്ടുപ്പെട്ടി ആനകളുടെ വിഹാര കേന്ദ്രമാണെന്നും ജലാശയത്തിലെ ലാൻഡിംഗ് ആനകൾക്ക് തിരിച്ചടിയാകുമെന്നും ഈ വിഷയം ജോയിന്റ് ഇൻസ്പെക്ഷൻ സമയത്ത് നേരിട്ടറിയിച്ചതാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. എന്നാൽ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നോക്കണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. ഏതൊരു പ്രതിസന്ധിയെയും അത്തരം കാര്യങ്ങളിൽ അതിജീവിച്ച് പോകാൻ കഴിയുന്ന തലത്തിലുള്ള മാർഗങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. എവിടെയെങ്കിലും വഴിയിൽ ഒരു മാർഗ തടസ്സം ഉണ്ടായതും കൊണ്ട് നമ്മളാരും തിരിച്ചു പോകും, അത് നീക്കി മുന്നോട്ട് പോകും. ഇത് ജനങ്ങളെല്ലാം ഒന്നിച്ചു നീക്കണം. ഈ നാടിന്റെ വികസനമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. അത്തരം കാര്യങ്ങളെ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ? അല്ല, വന്യമൃഗം വരുന്നുണ്ടോ എന്ന് വിചാരിച്ചപ്പോൾ വന്യമൃഗത്തെ മുഴുവൻ കാട്ടി നോക്കിച്ചിട്ട് ഈ രാജ്യത്ത് ഇത് നടത്താൻ പറ്റുമോ? രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെ നടക്കുന്നത്? ഇവിടെ മാത്രം എന്താ പ്രത്യേകത? ഇതിന് തരംഗം വെക്കാനായിട്ട് ശ്രദ്ധിക്കാതിരിക്കുക. ഇത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും സഹകരിക്കുക. നാടിന്റെ ഉന്മേഷപരമായ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെ അക്കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ ഒഴിവാക്കാൻ ഇപ്പോൾ വരുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സംരക്ഷണം നമ്മൾ കൊടുക്കുന്നില്ലേ? അത് വീണ്ടും തുടരും. ഈ നാടിന്റെ മഹത്തായ ഒരു മാറ്റത്തിലും നേട്ടത്തിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകോർക്കണം. ഇത് വിജയകരമായി പൂർത്തീകരിക്കണം. ഇന്നല്ല ഇതിന്റെ വിജയം. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എം മണി എംഎൽഎയും രംഗത്തെത്തി. ആന ഡാമിലിറങ്ങാനുള്ളതല്ലല്ലോ, ആന വനത്തിലല്ലേ, ഡാമിൽ വെള്ളമല്ലേ, മത്സ്യവും ആകെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഒരു കാര്യം ചെയ്താൽ വനം വകുപ്പുകാർ വെള്ളം കോരിക്കൊണ്ടെന്ന് ആനയുടെ ഒക്കെ വായിലൊടിച്ചു കൊടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിലുള്ള പദ്ധതി ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവേകുമെന്നാണ് കണക്കുകൂട്ടൽ. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ് ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.